ശബരിമല കൊള്ളയിൽ കണ്ഠര് രാജീവരെ അറസ്റ്റ് ചെയ്തു റിമാൻഡിൽ ഇട്ട വിവരം നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ജാമ്യത്തിന് വിജിലൻസ് കോടതി മൂവ് ചെയ്തു. പക്ഷേ ജാമ്യം വാദം കേട്ട ശേഷം അത് 19-ാം തീയതിയേക്ക് മാറ്റിവെച്ചു. ദ്വാരപാലക ശില്പത്തിലെ കേസിനകത്ത് കണ്ഠര് രാജീവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കട്ടിളപ്പള്ളിയിലെ കേസിനകത്താണ് കണ്ഠര് രാജീവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം SITയുടെ നീക്കം ദ്വാരപാലക ശില്പക്കേസിലും അദ്ദേഹത്തിനെ പ്രതിയാക്കുക എന്ന് പറഞ്ഞാൽ 2 FIRലും അദ്ദേഹം പ്രതിയാവും. അതിനുശേഷമായിരിക്കണം വിജിലൻസ് കോടതി അത് പരിഗണിക്കുന്നത്. കണ്ഠരുടെ ജാമ്യം 19-ാം തീയതിയിലേക്ക് മാറ്റിയത് അതുകൊണ്ടായിരിക്കണം. അടുത്ത കേസിലേക്ക് പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോടതി അത് അനുവാദം കൊടുത്തു. ആ 2 കേസിലും അദ്ദേഹത്തിനെ പ്രതിയാക്കി കഴിഞ്ഞ ശേഷം പിന്നീടാണ് ജാമ്യത്തിൻ്റെ കാര്യം പരിശോധിക്കുന്നത്. ആ 2ാമത്തെ കേസിൽ ദ്വാരപാലക ശില്പത്തിലെ കേസിനകത്ത് ചിലപ്പോൾ കസ്റ്റഡി ചോദിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് ആ കേസിലേക്കും തീർച്ചയായിട്ടും കസ്റ്റഡി കൊടുക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പം തന്നെ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിനെ കോടതിയിൽ ഹാജരാക്കി. 2ാമത്തെ കേസിലേക്കും അറസ്റ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ 1 ദിവസം 2 ദിവസം കസ്റ്റഡി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ റിമാൻഡ് അപേക്ഷയിലെല്ലാം അദ്ദേഹത്തിൻ്റെ റോള് എന്താണ്, ഒരു ഒഫൻസ് എന്ന് മനസ്സിലായില്ല. അദ്ദേഹത്തിന് അവിടുത്തെ പൂജയിൽ അല്ലെങ്കിൽ അവിടുത്തെ ശബരിമലയെ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയിൽ ചില ഭംഗങ്ങൾ അല്ലെങ്കിൽ ആ മതപരമായ ചടങ്ങിനകത്ത് ചില വിഘ്നങ്ങളൊക്കെ ഉണ്ടാക്കി എന്നാണ് മാത്രമേ പറയുന്നുള്ളൂ. ഈ ദ്വാരപാലക ശില്പത്തിൻ്റെയോ അല്ലെങ്കിൽ കട്ടിളപ്പടിയിലെ ഒരു സംരക്ഷകൻ അദ്ദേഹമല്ല. അതാണ് അദ്ദേഹത്തിൻ്റെ വാദഗതി. കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു സബോർഡിനേറ്റിൻ്റെ റോള് മാത്രമേ ഉള്ളൂ. അവിടെ ദേവസ്വം ബോർഡ് എന്ത് പറയുന്നു അതനുസരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പൂജാ കാര്യത്തിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടൈസ് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അത് ഈ മോശമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നാണ് നമ്മുടെയൊക്കെ ചിന്താഗതി. അതുകൊണ്ട് ആ രീതിയിലേക്ക് ഒരു നീക്കമാണ് കണ്ഠര് രാജീവരെ വക്കീൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത അറസ്റ്റുകൂടെ കഴിഞ്ഞാൽ പിന്നെ ശബരിമല കേസിനകത്ത് കണ്ഠര് ജാമ്യത്തിന് അദ്ദേഹത്തിന് അർഹതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ജാമ്യം കൊടുക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ പത്മകുമാറിൻ്റെ ഇപ്പം ജാമ്യം നിഷേധിച്ചു. 14 ദിവസത്തേക്ക് കൂടി വീണ്ടും പത്മകുമാറിനെ റിമാൻഡ് ചെയ്തു. 27-ാം തീയതി വരെ അദ്ദേഹത്തിനെ റിമാൻഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു എന്നാണ് കരുതുന്നത്. ശബരിമല കേസിനകത്ത് SITയുടെ നീക്കം ഇനി അവർക്ക് ചില സുപ്രധാന അറസ്റ്റുകൾ നടത്തേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതിലേക്ക് അവർ വളരെ സ്ലോയിലായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഹൈക്കോടതിയിലെ അപ്രിയം ഈ ഇടയ്ക്ക് അവർ വാങ്ങിച്ചെടുത്തു. പിന്നീട് ഹൈക്കോടതിക്ക് അവരത് എക്സ്പ്ലെയിൻ ചെയ്തപ്പം അതിൽ നിന്ന് ഹൈക്കോടതി ആ നിരീക്ഷണത്തിൽ നിന്ന് മാറി. എങ്കിലും ഇപ്പോഴത്തെ ചില വ്യക്തികളെ അറസ്റ്റ് ചെയ്യാനുള്ള തടസ്സം, അതൊരാൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നു, സുഖമില്ല, അബോധാവസ്ഥയിലാണ് എന്നൊക്കെയാണ് ദേവസ്വം ബോർഡ് ആ മെമ്പർ പത്മകുമാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മെമ്പറിൻ്റെ അവസ്ഥയാണ്. അതിൽ ഒരാളെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. മറ്റൊരാൾ ആശുപത്രിയിൽ കിടക്കുന്ന ഹരിശങ്കറിൻ്റെ DIGയുടെ പിതാവാണ്. അദ്ദേഹത്തിന് സുഖമില്ല, അദ്ദേഹം ഹോസ്പിറ്റലാണ്, അദ്ദേഹത്തിന് ഇപ്പം ICU കിടക്കുന്നു എന്നാണ് പറയുന്നത്. അബോധാവസ്ഥയിലാണെന്നും വാർത്ത വരുന്നുണ്ട്. എന്തായാലും സുഖമില്ലാത്ത ഒരാളെ തീർച്ചയായിട്ടും അറസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുന്നത് ശരിയല്ല. അത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി കണക്കാക്കിയിട്ട് വേണം പോലീസ് ചെയ്യാൻ. അതുകൊണ്ട് അതൊരു ഡിലേ ആയിട്ട് കാണാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ മറ്റ് ചില സുപ്രധാനമായ അറസ്റ്റുകൾ നടത്തേണ്ടതുണ്ട്. എങ്കിലേ ശബരിമലയുടെ ആ സ്വർണ്ണക്കടത്തിൻ്റെ ഇത് പൂർത്തിയാവുകയുള്ളൂ. അതേസമയത്ത് ആ സ്വർണം വാങ്ങിച്ച ആൾക്കാർ അല്ലെങ്കിൽ അതിന് പകരം കൊടുത്തിരിക്കുന്ന സ്വർണം ശബരിമലയിലെ സ്വർണം പൂശിയത് അല്ലെങ്കിൽ ആ പാളിയിൽ നിന്ന് നടത്തിയ സ്വർണ്ണമല്ല, പകരം സ്വർണം കൊടുത്തു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അതുകൊണ്ട് തൊണ്ടി ഇതുവരെ റിക്കവർ ചെയ്തിട്ടില്ല. അതൊരു വലിയ മേജർ ഡിഫക്റ്റ് തന്നെയാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് SIT ടീം പൂർവാദ്യം ശക്തിയോടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അതിനകത്ത് ഇപ്പോഴത്തെ കണ്ഠരുടെ അറസ്റ്റിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന് അവിടെ ഒരു റോളില്ലാത്ത മനുഷ്യനാണ്. അദ്ദേഹം പൂജ ചെയ്യുന്ന ആളാണ്. പൂജയിലെ തെറ്റുകുറ്റങ്ങൾ ഒക്കെ ഉണ്ടെന്നുള്ള രീതിയിലാണ് റിമാൻഡിനകത്ത് കിടക്കുന്നത്. അതെന്തായാലും അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ഒഫൻസ് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ BNS-ലൊന്നും ഇല്ല. അതുകൊണ്ട് ആ ഭാഗത്ത് അല്പം പാളിച്ച പറ്റി SITക്ക് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.
ഏതായാലും പത്മകുമാറിൻ്റെ റിമാൻഡ് എക്സ്റ്റൻഷൻ 27 വരെ നീട്ടിയിട്ടുണ്ട്. അത് അറസ്റ്റ് ചെയ്ത ഏകദേശം 11 പ്രതികളോളം ഉണ്ട്. ആ 11 പേർക്കും ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിൽ ഒരാളുടെ കാര്യം മാത്രം കണ്ഠര് രാജീവരുടെ അറസ്റ്റ് ആ അറസ്റ്റിൽ ചിലപ്പോൾ ജാമ്യം അദ്ദേഹത്തിന് കിട്ടാനുള്ള സാധ്യത. കാരണം മറ്റുള്ളവർ കാണിച്ചിരിക്കുന്ന രീതിയിലുള്ളൊരു ഒഫൻസും ഇല്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ചില സ്വർണ്ണങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ ഭാര്യയുടെയും മക്കളുടെയൊക്കെ സ്വർണം നല്ല സാമ്പത്തികമുള്ള ആളാണ് തന്നെയാണ്. അവന് സ്വർണം കിട്ടിയെന്ന് അതൊരു ഒഫൻസായിട്ട് പറയാൻ ഒക്കില്ല. അത് ഈ ശബരിമലയിൽ നിന്ന് മോട്ടിച്ച സ്വർണത്തിൻ്റെ അതിൽ നിന്നുണ്ടാക്കിയ ആഭരണമാണെന്ന് സ്ഥാപിക്കേണ്ടി വരും. അത് തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിന് അവിടെ നിന്ന് ചില ഈ സ്വർണത്തിൻ്റെ ചില കട്ടി സ്വർണ്ണമൊക്കെ കിട്ടിയെന്നൊക്കെ പറയുന്നത് അതൊക്കെ വാങ്ങിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പ്രൂവ് ചെയ്യണം അത് ശബരിമലയിലാണെന്ന്. പക്ഷെ അതിനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ്. കാരണം ഇയാൾക്ക് ആവശ്യത്തിന് സാമ്പത്തികമുണ്ട്, നല്ല വീട് വെച്ചിട്ടുണ്ട്, അതിന് പല സ്ഥലങ്ങളിലും പോയി പൂജ നടത്തുന്ന വ്യക്തിയല്ലേ. അദ്ദേഹത്തിന് ധാരാളം പണത്തിൻ്റെ വരവുണ്ട്. അതുകൊണ്ട് ശബരിമലയിലെ അദ്ദേഹം നിത്യം പൂജിക്കുന്ന ആ ദേവൻ്റെ സ്വർണ്ണപ്പാളി ഇവിടെ അടിച്ചു മാറ്റാൻ ഇദ്ദേഹം കൂട്ടുനിൽക്കുന്നൊരു അവിശ്വസനീയമായ ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നത്. ഏതായാലും SITയുടെ അന്വേഷണത്തിൽ എന്താണ് വെളിവാകുന്നത് നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും.